കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരള സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. രാവിലെ തലസ്ഥാനത്ത് BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം ചെയ്ത ശേഷം ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ഇന്ന് കണ്ണൂരിലെത്തിയിരുന്നു. കണ്ണൂരിലെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ആഭ്യന്തരമന്ത്രി ഡൽഹിയിലേക്ക് യാത്ര തിരിക്കാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. വിമാനത്താവളത്തിൽ നിന്ന് മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്തായാലും നിർണായകമായ ഒരു സന്ദർശനം തന്നെയായിരുന്നു ഇന്ന് കേരളത്തിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും തലസ്ഥാനത്ത് BJP കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനം, അതിന് പിന്നാലെ കണ്ണൂരിലെ ചരിത്രപ്രസിദ്ധമായ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം അദ്ദേഹം നടത്തി. അതിനുശേഷം അദ്ദേഹം മടങ്ങുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു സാന്നിധ്യം തന്നെ വളരെയധികം നിർണായകം തന്നെയല്ലേ? തീർച്ചയായും വിഷ്ണു, കാരണം നമുക്കറിയാം ഇന്ന് കണ്ണൂരിൽ അമിത്ഷാ സന്ദർശനം നടത്തുമെന്ന കാര്യം വ്യക്തമായിരുന്നു. എന്നാൽ ഈ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയ സമയത്ത് അദ്ദേഹം പുറത്തിറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യലെങ്കിൽ അവരെ കൈവീശി കാണിക്കുമെന്ന് തീർത്തും ഒരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ പോലും എവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ഈ സെക്യൂരിറ്റി ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി. ഇവിടെ എത്ര ദൂരത്തോളം പ്രവർത്തകരുണ്ടായിരുന്നോ അത്ര ദൂരത്തോളമുള്ള പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയത്. ഈ BJP പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇവിടെ നിന്ന് നേരെ അദ്ദേഹം ഇവിടുത്തെ ആളുകളെ കണ്ടതിന് ശേഷം നേരെ പോയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. അതുകൊണ്ട് അരമണിക്കൂറോളം അദ്ദേഹം അവിടെ ചിലവഴിച്ചു. പ്രധാന പൂജകളൊക്കെ തന്നെ അവിടെ, പ്രധാന വഴിപാടുകളൊക്കെ തന്നെ അവിടെ കഴിച്ചിട്ടുണ്ട്. അതായത് സ്വർണ്ണക്കുടവും അതുപോലെ തന്നെ നെയ്യമൃത് തുടങ്ങിയ പ്രധാന വഴിപാടുകളൊക്കെ കഴിച്ചതിന് ശേഷം ഏതാണ്ട് അരമണിക്കൂറോളം അവിടെ ചിലവഴിച്ച ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ എയർപോർട്ടിലാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇവിടത്തേക്ക് എത്തും. ഇവിടെ നിന്ന് പ്രത്യേകം വിമാനത്തിൽ നേരെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. വിഷ്ണു, മിഥുൻ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം നിർണായകമായ അദ്ദേഹത്തിൻ്റെ സന്ദർശനം രാവിലെ തലസ്ഥാനത്ത് തന്നെ ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിലും ആ ഒരു സ്വീകരണത്തിലും BJP പ്രവർത്തകരുടെ ആവശ്യത്തിലും ഒട്ടും ഒരു കുറവും ഉണ്ടായില്ല. ഒരുപക്ഷെ നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം തന്നെയാണ് രാജരാജേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ നിർണായകമായ സന്ദർശനം അത് പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മടങ്ങുന്നത്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാന്നിധ്യം തന്നെയാണ് എല്ലാവരെയും ആകർഷിച്ചത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആ ഒരു റോഡ് ഷോ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും സുരക്ഷാ സംബന്ധിച്ച കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങില്ല. എന്നാൽ പലരും അദ്ദേഹത്തെ ദൂരെ നിന്നായാലും നോക്കി കണ്ടു, പുഷ്പവൃഷ്ടി നൽകി. അത്തരം ഒരു വളരെ മികച്ച ഒരു സ്വീകരണം അദ്ദേഹത്തിന് നൽകിയാണിപ്പോൾ കണ്ണൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ യാത്ര അയക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര കാണാനും നിരവധി ആളുകൾ തന്നെയല്ലേ അവിടെ നിൽക്കുന്നത്? വിഷ്ണു, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ ആഭ്യന്തരമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് SP വാഹനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നതിനൊക്കെ വലിയ നിയന്ത്രണങ്ങൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു. എന്നാൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കണ്ണൂർ വിമാനത്താവള പരിസരത്ത് അദ്ദേഹത്തെ കാത്തു നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെക്യൂരിറ്റി ഗേറ്റിൽ നിന്ന് വാഹനം പുറത്തിറങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ട് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് തൊട്ട് ഈ കയറ് കെട്ടിയ അതിൻ്റെ അങ്ങേ തലക്കൽ വരെ നിറയെ ആളുകളുണ്ടായിരുന്നു. അത്രയും ദൂരം അദ്ദേഹം നടന്നതിന് ശേഷമാണ് ഈ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ റോഡ് മാർഗം ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പോയത്. അവിടെ ഈ ചില സുരക്ഷാ കാരണങ്ങളാൽ പുറത്തിറങ്ങിയില്ലെങ്കിലും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ശേഷമാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയത്. അതിലും പ്രവർത്തകരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന്. കാരണം വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ കൈവീശി പോകുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ആളുകളെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓരോരുത്തരെയും കണ്ട് സംസാരിച്ച് കുട്ടികളെ ഉൾപ്പെടെ തലോടി പ്രായമായവർക്ക് കൈയൊക്കെ കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടുന്ന് വാഹനത്തിൽ കയറി പോകുന്നൊരു സാഹചര്യമുണ്ടായത്. പ്രവർത്തകരെ സംബന്ധിച്ച് ഇത്രയും ഏറെ നേരം കാത്തിരിപ്പുണ്ടായിരുന്നു. ആ കാത്തിരിപ്പ് വിഫലമാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകളുടെ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ആളുകളെ ഓരോരുത്തരെയും കണ്ടതിന് ശേഷം മടങ്ങിപ്പോയത്. വലിയ ആവേശം തന്നെയാണ് പ്രവർത്തകരെ സംബന്ധിച്ചുണ്ടാക്കിയത്. തളിപ്പറമ്പിൽ സമാനമായൊരു സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുമ്പോൾ പോലും വലിയ ആൾക്കൂട്ടം ആ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. വിഷ്ണു, എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ BJP പ്രവർത്തകരുടെ അതിയായ ആ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ഇപ്പോൾ അദ്ദേഹം മടങ്ങാനായി ഒരുങ്ങുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിലും സുരക്ഷ തിരിച്ചു മടക്കം അത് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ നിലവിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്?
എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ കർശന സുരക്ഷകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിർണായകമായൊരു സന്ദർശനം തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം ഇപ്പോൾ ഉണ്ടായത്. തലസ്ഥാനത്തിന് ശേഷം അദ്ദേഹം എത്തിയത് കണ്ണൂരിലാണ്. കണ്ണൂരിലെ ക്ഷേത്രത്തിൽ രാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ അദ്ദേഹം മടങ്ങാനായി ഒരുങ്ങുകയാണ്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, അവസാനവട്ട ഒരുക്കങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ പുരോഗമിക്കുന്നത്. സുരക്ഷാ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം എത്രയും ഉടൻ അവിടെ എത്തിച്ചേരുമെന്ന് അറിയാൻ സാധിക്കുന്നു. എയർപോർട്ടിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ മിഥുൻ നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു അവസാന നിമിഷവും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി കാത്തു നിൽക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാന്നിധ്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം അദ്ദേഹം മടങ്ങുമ്പോൾ ഇനി അടുത്ത വരവിനായിട്ട് അല്ലെങ്കിൽ BJP പ്രവർത്തകർക്ക് ഒരു കാത്തിരിപ്പ് തന്നെ ഉണ്ട്. ഇനിയും BJP നേതാക്കൾ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെയും കേരളത്തിലേക്ക് ഇത്തരത്തിൽ എത്തുന്നത് തന്നെ ഓരോ BJP പ്രവർത്തകനിലും ഊർജം തന്നെയാണ് നൽകുന്നത്. അത്തരത്തിലൊരു ഊർജിതമായ ചില ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നത്തെ BJP പ്രവർത്തകർ ഈ ഒരു സന്ദർശനത്തെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് ഈ അവസാനവട്ട അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നത്? എത്ര മണിക്കായിരിക്കും അദ്ദേഹം കൃത്യമായി വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങുക? വിഷ്ണു, അല്പസമയത്തിനകം തന്നെ അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറിനടുത്താവാൻ അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇദ്ദേഹം ഇവിടത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിലെത്തും. പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിലെടുത്തു പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൂന്നാമത്തെ കണ്ണൂർ ജില്ലാ സന്ദർശനമാണ്. ആദ്യം കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനായിരിക്കുകയാണ് അദ്ദേഹം കണ്ണൂരിൽ ആദ്യമായി എത്തിയത്. അന്ന് കേരളത്തിൽ അദ്ദേഹം കേരളം മുഴുവൻ കാൽനടയായി നടന്നുകൊണ്ട് കുമ്മനം രാജശേഖരൻ ഒരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയുടെ ഉദ്ഘാടനം പയ്യന്നൂർ തൊട്ട് പിലാത്തറ വരെ നടന്നുകൊണ്ട് അന്നത്തെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ അമിത്ഷായാണ് നിർവഹിച്ചത്. അതിനുശേഷം BJP കണ്ണൂർ ജില്ലാ കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് അദ്ദേഹം കണ്ണൂരെത്തിയത്. മൂന്നാമത്തെ വരവ് ഈ തളിപ്പറമ്പിൽ പേരുകേട്ട തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടിയാണ്. നമുക്കറിയാം, ചരിത്രപരമായും സാംസ്കാരികപരമായി തന്നെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ് ഈ തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രം. അവിടുത്തെ പ്രതിഷ്ഠയും എല്ലാം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. അത്തരം ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞാണ് അദ്ദേഹം ഇവിടത്തേക്ക് ദർശനത്തിനെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരവിനായി കണ്ണൂരിലെ BJP പ്രവർത്തകർ ഏറെ പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ ആവേശത്തോടും കൂടിയാണ് കാത്തിരുന്നത്. ആ ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് അദ്ദേഹം ഇന്ന് ഇവിടെ വന്നിറങ്ങിയതും ഇവിടെ കാത്തു നിന്ന് ആയിരങ്ങളെ അഭിസംബോധന ചെയ്ത് അല്ലെങ്കിൽ അവരെ ആശീർവദിച്ച് അവരുടെ പിന്തുണ തേടിക്കൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോയത്. അവിടെ നിന്ന് ഇപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നു. ഏതായാലും നമ്മളിവിടെ കണ്ണൂർ വിമാനത്താവളത്തിലാണുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തും. പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകും. വിഷ്ണു. മിഥുൻ, ഒപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, മറ്റ് ജില്ലകളെക്കാളൊക്കെ തന്നെയും കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സന്ദർശനം ഏറെ നിർണായകമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രത്തിലാണ് ഇന്ന് അദ്ദേഹം സന്ദർശനം നടത്തിയത്. ഒരുപക്ഷെ നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ പ്രകാരം ഇത്തരത്തിൽ ചരിത്ര പ്രസിദ്ധവും അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെ തന്നെ നിലയുറപ്പിക്കുന്ന അവശേഷിപ്പുകൾ അതൊക്കെ സംരക്ഷിക്കണമെന്നുള്ളൊരു നയമുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗം കൂടിയല്ലേ ഈ ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ നടത്തിയ സന്ദർശനം? പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ പോലും ഇത്തരം സ്മാരകങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ക്ഷേത്രങ്ങളെ പോലും കൃത്യമായി പരിപാലിക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇന്നിവിടെ ഈ ഒരു സന്ദർശനം നടത്തിയത്. അതുതന്നെയല്ലേ ജനങ്ങൾക്ക് ഏറെ ഒരു സന്തോഷം ഇന്ന് പകർന്നു നൽകിയത്? വിഷ്ണു, സംസ്ഥാനത്തെ 108 ശിവാലയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വരൻ. മാത്രമല്ല, ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് പോലും തകരാതെ നിന്നൊരു ക്ഷേത്രം കൂടിയാണ്. അത്തരത്തിൽ ഈ ചരിത്രത്തിലും ഏറെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരുമ്പോൾ അതിനൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്ഷേത്രത്തിന് വരും സമയങ്ങളിൽ നമുക്കറിയാം, ഈ ഉത്തര മലബാറിലെ വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. മാത്രമല്ല, കർണാടകത്തിൽ നിന്നടക്കം ഒരുപാട് ഭക്തർ
വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അത്തരത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ഇക്കഴിഞ്ഞ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സമയത്തൊക്കെ വലിയ തിരക്ക്, ഒരുപാട് ഭക്തർ ഒഴുകിയെത്തിയൊരു സ്ഥലം കൂടിയാണ്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവിടേക്കാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം എത്തിയ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അത് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു വളർച്ചയ്ക്കുള്ള ഘട്ടമാണ്. കാരണം അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിലൂടെ തെളിയുന്നത്. അവിടെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികളൊക്കെ മാറി കൂടുതൽ മെച്ചപ്പെടാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഒരുങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിഷ്ണു.